നമസ്കാരം, ഞാൻ വികാസ് ബദ്ര. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏരിയൽ പെർസ്പെക്റ്റീവ് അഥവാ അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് 3 ഡ്രോയിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ലീനിയർ പെർസ്പെക്റ്റീവും കർവി ലീനിയർ പെർസ്പെക്റ്റീവിനും ശേഷം ഫൈനൽ സെഷനായ അറ്റ്മോസ്ഫിയറിക് അഥവാ ഏരിയൽ പെർസ്പെക്റ്റീവിലേക്ക് കടന്നിരിക്കുകയാണ്. കർവി ലീനിയർ പെർസ്പെക്റ്റീവിൽ തന്നെ 6 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, എങ്കിലും അത് കൂടുതലായിട്ട് ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് അഥവാ ഏരിയൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഏരിയൽ അഥവാ അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഹിൽ സ്റ്റേഷനിൽ ടൂറ് പോകുമ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, വയനാട്, ഇടുക്കി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മലനിരകൾ കാണുമ്പോൾ, മൗണ്ടൻസ് കാണുമ്പോൾ ദൂരത്തോട്ട് പോകുന്ന മൗണ്ടൻസ്, വളരെ അകലെയുള്ള മൗണ്ടൻസ് വളരെ ലൈറ്റായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അടുത്ത് കാണുന്ന മൗണ്ടൻസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും. ഈ ഒരു വ്യൂ, ഈ ഒരു ഐഡിയയാണ് അറ്റ്മോസ്ഫിയറിക് അഥവാ ഏരിയൽ പെർസ്പെക്റ്റീവ്. അറ്റ്മോസ്ഫിയറിൽ ഉള്ള പാർട്ടിക്കിൾസ്, അത് ഡസ്റ്റ് ആവാം അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സ് ആവാം, ഈ ഒരു കാരണങ്ങളാൽ വെളിച്ചം അതിൽ സ്കാറ്റർ ചെയ്തിട്ട് ദൂരെയുള്ള ഇമേജുകൾ വളരെ ബ്ലറായി പോകും. ആ ഒരു പ്രതിഭാസമാണ് ഏരിയൽ അഥവാ അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ ദൂരേക്കുള്ള ഇമേജുകൾ വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു 3 ഡയമെൻഷനാലിറ്റി നമ്മുടെ ഡ്രോയിങ്ങിലും കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു ചിത്രത്തിൽ അടുത്ത് കാണുന്ന ഏരിയ പച്ച കളറാണ്. പക്ഷേ പുറകിലേക്ക് പോകുന്തോറും ആ കളറ് ഡള്ളായി ഏറ്റവും പുറകിൽ കാണുന്ന മൗണ്ടൻ ആ സ്കൈയോട് ചേർന്ന ഒരു കളറായിട്ട് കാണാൻ സാധിക്കും. അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവിൽ അടുത്ത് കാണുന്ന ഏരിയാസ് പ്യുവർ കളറായിരിക്കും, നല്ല കളർഫുൾ ആയിട്ടായിരിക്കും കാണുന്നത്. അടുത്തത് ഒരു മഴക്കാല ചിത്രമാണ്. ഇതിൽ മുൻപിൽ കാണുന്ന ക്യാരക്ടർ, കുട ചൂടിയ ക്യാരക്ടർ വളരെ ഡീറ്റെയിൽഡ് ആണ്, നല്ല കളർഫുള്ളാണ്. പക്ഷേ പുറകിൽ കുട ചൂടി വരുന്ന ആളുകളെല്ലാം തന്നെ വളരെ ബ്ലറാണ്. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇനി ഒരു മഴക്കാല ചിത്രം ചെയ്യുമ്പോൾ പുറകിലുള്ള ഏരിയാസ് ഡീറ്റെയിൽഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു മഴക്കാലത്തിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത ചിത്രം നോക്കാം. ഇവിടെ മുൻപിൽ കാണുന്ന മരങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആണ്, പുല്ലുകൾ കാണാൻ നല്ല കളർഫുള്ളാണ്. പക്ഷേ മൂടൽമഞ്ഞ്, ആ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ പുറകിലേക്ക് പോകും തോറും മരങ്ങൾ വളരെ ലൈറ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എഫക്റ്റും നമ്മുടെ ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ഐഡിയ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രോയിങ്. ഷെയ്ഡിങ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രോയിങ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പെൻസിൽസ് 2B, 4B, 6B പെൻസിൽസ് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ കണ്ട ഫോട്ടോഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും പുറകിൽ വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കാം. 2B പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് സ്കൈ ചെയ്യാം. അതുപോലെ 1-2 മൗണ്ടൻസും 2B പെൻസിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി. പുറകിലുള്ള ഏരിയാസ് വളരെ ലൈറ്റായിട്ട് ചെയ്യുക. ടു ബി പെൻസിൽ കുറച്ച് പ്രഷർ കൊടുത്ത് ഈ ഒരു ഏരിയാസ് എല്ലാം ഡാർക്കാക്കി കൊടുക്കാം. ഫോർ ബി പെൻസിൽ ഉപയോഗിച്ച് കുറേ കൂടി ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കാം. ഏറ്റവും അടുത്ത് കാണുന്ന ഏരിയ 6B പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡാർക്ക് ഷെയ്ഡിലേക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഡീറ്റെയിലിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഡെപ്ത് എങ്ങനെ കൊണ്ടുവരാം അതിൻ്റെ ഒരു ബേസിക്സ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് കളർഫുള്ളായിട്ടുള്ള ഒരു ഡ്രോയിങ് ചെയ്ത് നോക്കാം. കളറിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഓയിൽ പെൻസിൽസ് ആണ്.
ഗാലറി ആർട്ടിസ്റ്റ് സോഫ്റ്റ് ഓയിൽ പേസ്റ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഓയിൽ പേസ്റ്റലിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് ഇതിന്. ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. 24 ഷെയ്ഡ്സിൻ്റെ ഓയിൽ പേസ്റ്റിലാണ്. ഇതിൻ്റെ വില വരുന്നത് ഒരു 1000 ഒക്കെയാണ്. ചിലപ്പോൾ ഓഫർ ഉണ്ടാകും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓയിൽ പേസ്റ്റിലാണ്. നല്ല റിസൾട്ട് കിട്ടും. ലൈറ്റ് ഓയിൽ പേസ്റ്റൽസിലാണ് ഇവിടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫോഗ് എഫക്റ്റ് കിട്ടാനായിട്ട് വൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇടയിലായിട്ട്. ആ ഒരു ഫോഗി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൗണ്ടൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുൻപിലുള്ള ഭാഗങ്ങൾ വരയ്ക്കുന്നത് കുറേ കൂടി പ്യുവർ കളേഴ്സാണ്. സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ കുറച്ച് ഡള്ളായിട്ടൊരു ബ്ലൂ ടോൺ തന്നെയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ബ്ലൂ ആണ്. ഏറ്റവും മുൻപിലുള്ള പോർഷൻ ഡാർക്ക് ബ്ലൂ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഡീറ്റെയിലിംഗ് ചെയ്യാം, മരങ്ങൾ വരച്ചു കൊടുക്കാം. ഡീറ്റെയിലിങ്ങിന് വേണ്ടി ബ്ലാക്ക് ഓയിൽ പേസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഒരു സിമ്പിൾ ഡ്രോയിങ് ആണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വീഡിയോ ഫോളോ ചെയ്താൽ. നോർമൽ ഓയിൽ പേസ്റ്റിലോ ക്രയോൺസോ ഉപയോഗിച്ചും ഈ ഒരു ഡ്രോയിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഡ്രോയിങ് വളരെ നീറ്റായിരിക്കും. അതുപോലെ കളേഴ്സൊന്നും പുറത്തു പോകില്ല. നല്ല ഒരു ഫിനിഷ്ഡ് ബോർഡർ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഓയിൽ പേസ്റ്റൽ, ക്രയോൺസ്, സോഫ്റ്റ് പേസ്റ്റൽ, വാട്ടർ കളർ ഇതൊക്കെ ഉപയോഗിച്ച് കളർ ചെയ്യുമ്പോൾ. അടുത്തതായിട്ട് വാട്ടർ കളറിൽ ഏരിയൽ പെർസ്പെക്റ്റീവ് ഐഡിയ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കാം. നേരത്തെ വരച്ച ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ്ങും ഇപ്പോൾ വാട്ടർ കളർ ചെയ്യാൻ പോകുന്ന പേപ്പറും സെയിം ആണ്. ബ്രസ്ട്രോൻ്റെ വാട്ടർ കളർ പേപ്പറാണ്. ഇവിടെ ഉപയോഗിക്കുന്ന വാട്ടർ കളർ ക്യാമലിൻ്റെ ആർട്ടിസ്റ്റിക് വാട്ടർ കളറാണ്. കളർഫുൾ ഡ്രോയിങ് അല്ല ചെയ്യാൻ പോകുന്നത്. 2 കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രഷ്യൻ ബ്ലൂവും വെർമിലിയൻ ഹ്യൂ റെഡ് കളറും. യെല്ലോ എടുത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. വെർമിലിയൻ ഹ്യൂവും പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ടോണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യെല്ലോ എടുത്തത് അല്പം ഡാർക്കാക്കാൻ വേണ്ടിയിട്ടാണ് കളേഴ്സിനെ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, യെല്ലോയുടെ ആവശ്യമില്ല. ഇവിടെയും ആദ്യം ലൈറ്റ് കളേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വാട്ടർ കളറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ലൈറ്റ് കളേഴ്സിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. വാട്ടർ കളർ അല്പം ടഫായിട്ടുള്ള മീഡിയമാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് വാട്ടർ കളർ.
ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും മിക്സിങ് കൺട്രോൾ ചെയ്ത് ഡാർക്ക്നെസ് കൂട്ടി കൊണ്ടുവരാം. മുൻപിലേക്ക് വരയ്ക്കുന്ന മരങ്ങൾക്ക് അല്പം ഡാർക്ക്നെസ് കൂട്ടി കൊടുത്ത് വേണം ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ഏറ്റവും മുൻപിലുള്ള മരങ്ങളാണ് വരയ്ക്കുന്നത്. വീഡിയോയിൽ കാണാൻ സാധിക്കും എത്രത്തോളം ഡാർക്കാണ് മുൻപിലുള്ള മരങ്ങളെന്ന്. മിക്സിങ്ങിലാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് വാട്ടർ കളർ ചെയ്യുന്നവർക്ക് ആ ഒരു മിക്സിങ് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അതുമാത്രമല്ല ഇവിടെ ആകെ 2 കളേഴ്സേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് എളുപ്പമായിരിക്കും. ഒരുപാട് കളേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് ചിത്രം മോശമായി പോകാൻ ചാൻസ് കൂടുതൽ. കാരണം കൃത്യമായ കളേഴ്സുകൾ കൊടുത്തില്ലെങ്കിൽ ചിത്രം കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ 2 കളേഴ്സേ ഉള്ളൂ. അതും വരയ്ക്കുന്ന ആ ഒരു ടോൺ എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് റെഡ് ബ്ലൂ ടോണാണ്. ചെറിയൊരു റെഡിഷ് ടോൺ ഉണ്ട്, കാരണം നമ്മൾ റെഡ് ബ്ലൂവിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഫോഗ് എഫക്റ്റ് കാണാൻ സാധിക്കും. ദൂരത്തോട്ട് പോകുന്ന മരങ്ങൾ വളരെ ലൈറ്റാണ്. ആ ഒരു 3 ഡയമെൻഷനാലിറ്റി അല്ലെങ്കിൽ ഡെപ്ത്ത് ഇവിടെ കാണാൻ സാധിക്കും. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. മാസ്കിംഗ് ടേപ്പ് മാറ്റുന്നതോടുകൂടി ആ ചിത്രം കാണാൻ വളരെ ഭംഗിയുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.